ഇന്നത്തെ കേരളപ്പിറവി ദിനത്തിൽ ലോകത്തെമ്പാടുമുള്ള കേരളീയർക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകൾ. 1956 നവംബർ 1 കേരളം എന്ന സംസ്ഥാനം രൂപവൽക്കരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നവംബർ 1 കേരളപ്പിറവി ദിനമായി ആഘോഷിച്ചു വരുന്നു. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും ആരോഗ്യ ശുശ്രൂഷ രംഗത്തും തുടങ്ങി പല കാര്യങ്ങളിലും നാം മുന്നിലാണ്. കേരളീയരായ നമുക്കെല്ലാവർക്കും ഇക്കാര്യത്തിൽ അഭിമാനിക്കാം. എന്നാൽ അതോടൊപ്പം തന്നെ മത്സരങ്ങളും സങ്കീർണതകളും മാനസിക സംഘർഷങ്ങളും കൂടിക്കൂടി വരുന്നു. അതിനിടയിൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നമ്മൾ മറ്റൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അതാണ് കൊറോണ എന്ന മഹാമാരി. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും തളർന്നിരിക്കുകയാണ് നാം ഏവരും. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സഹോദരങ്ങൾക്കായി സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും പ്രതീകമായ സമാനമായ സഹജയോഗ എന്ന ധ്യാന രീതിയെ ഈ സുദിനത്തിൽ പരിചയപ്പെടുത്തുന്നു. ഇതിലൂടെ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായ സന്തുലനാവസ്ഥ കൈവരിക്കാൻ കഴിയും. നിസ്വാർത്ഥമായി എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാം മറന്ന് സന്തോഷിക്കുവാനും സാധിക്കുന്നു. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ശക്തി ആയതിനാൽ ജാതി മതഭേദമന്യേ എല്ലാവർക്കും വളരെ അനായാസമായി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ യോഗ പരിശീലിക്കാം. ഇത് തികച്ചും സൗജന്യമാണ്. കഴിഞ്ഞ 23 വർഷമായി ഞാൻ ഈ യോഗ ചെയ്തു വരുന്നുണ്ട്. അതിൽ നിന്നും എനിക്കുണ്ടായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം ഈ യോഗയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. സഹജയോഗ എന്ന വാക്ക് നിങ്ങൾക്ക് വളരെ അപരിചിതമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. എന്ന് തന്നെയല്ല, നമ്മളുടെ ആന്തരിക പരിവർത്തനം, നമ്മളുടെ ആന്തരിക ശക്തി എങ്ങനെയാണ് സമൂഹത്തിനെ ശക്തിപ്പെടുത്തുക, അതുപോലെ സമൂഹത്തിനെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുക, ഇതാണല്ലോ നമ്മൾ ഇന്ന് സബ്ജക്റ്റ് എടുത്തിരിക്കുന്നത്. ആദ്യമായി സഹജയോഗം എന്താണെന്നുള്ളത് എനിക്ക് പറയേണ്ടി വരും. നമ്മൾ സാധാരണ കേൾക്കാറുള്ള വാക്കാണ് യോഗ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സാധാരണ ഈ ആസനങ്ങൾ, പ്രാണായാമം, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം യോഗ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു തലമുറ മുമ്പോട്ട് വരുമെങ്കിൽ കുറച്ച് പേര് അതിൽ നിന്ന് പുറകോട്ട് മാറും. കാരണം പ്രായം കൂടിയ ആൾക്കാർക്ക്, കൊച്ചുകുട്ടികൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ആണ് യോഗ. കാരണം ശരീരം അവർക്ക് വഴങ്ങുകയില്ല. എന്നാൽ സഹജയോഗ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. എങ്ങനെയാണ് അതിന് ആ പേര് വന്നതെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ അല്ലെങ്കിൽ വളരെ എളുപ്പമുള്ളത് എന്നൊരർത്ഥമുണ്ട്. രണ്ടാമത് കൂടെ ജനിച്ചതെന്നൊരർത്ഥമുണ്ട്. എന്താണ് കൂടെ ജനിച്ചത്? എങ്ങനെയാണ് ഒരു യോഗ നിങ്ങളുടെ കൂടെ ജനിക്കാൻ സാധിക്കുക? അപ്പം അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. ഈ കാണുന്ന സൂക്ഷ്മ ശരീരം, നമ്മളുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു സൂക്ഷ്മ ശരീരമുണ്ട്. അപ്പം ആ സൂക്ഷ്മ ശരീരം എങ്ങനെ നമ്മുടെ ഉള്ളിൽ വന്നു, അത് എങ്ങനെയാണ് നമുക്ക് യോഗയിലേക്ക് നമ്മളെ കൊണ്ടുപോവുക? നമ്മളെ ഒരു ഗർഭസ്ഥാവസ്ഥയിലെ കുട്ടി, വളരെ 2-3 മാസമാകുന്ന ഒരു കുട്ടിയുടെ മൂർധാവി കൂടി ആ സൃഷ്ടാവിൻ്റെ, ഈശ്വരൻ്റെ ചൈതന്യം ഉള്ളിൽ പ്രവേശിക്കുന്നു. അത് ഈ കാണുന്ന നാഡികളും ചക്രങ്ങളുമായിട്ട് ഏറ്റവും താഴെയുള്ള നമ്മുടെ എല്ലിനടിയിൽ, നട്ടലിന് ഏറ്റവും താഴെയുള്ള എല്ലിലെ സുഷുപ്താവസ്ഥയിലാണ്. നമ്മൾ യോഗ ചെയ്യുന്ന സമയത്ത് അത് വളരെ പതുക്കെ നമ്മുടെ മുകളിൽ മൂർധാവിൽ തിരിച്ചെത്തുകയും ചുറ്റും വ്യാപിച്ചു കിടക്കുന്ന പ്രപഞ്ചവ്യാപിയായ ഈശ്വര ചൈതന്യവുമായിട്ട് കൂടിച്ചേരുകയും ചെയ്യുന്നുണ്ട്. അതാണ് യോഗ. അപ്പോൾ സഹജ എന്നുള്ള പേര് വന്നത് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ പുറത്തുനിന്ന് ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇത് വളരെ എളുപ്പമായിട്ട് ഉള്ളൊരു യോഗയാണ്. ഇതാരാണ് ഈ യോഗ നമുക്ക് പറഞ്ഞു തന്നത്? ശ്രീ മാതാജി നിർമ്മല ദേവിയാണ് സഹജ യോഗയുടെ ഫൗണ്ടർ. ലോകത്തെമ്പാടും 100-140 പരം രാജ്യങ്ങളിലെ ലക്ഷക്കണക്കിന് ആൾക്കാർ സഹജയോഗയുടെ അനുദിനം ഉപയോഗങ്ങൾ അതുങ്ങളുടെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അപ്പം സഹജയോഗ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇത് ചെയ്താലുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, അത് നമുക്ക് മനസ്സിലാക്കണ്ടേ.
എന്താണ് മനുഷ്യൻ്റെ പ്രധാന പ്രശ്നങ്ങൾ? നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? നമ്മൾ ഒരു കാര്യവും നമുക്കൊരു പ്രയോജനമില്ലാത്ത കാര്യവും നമ്മൾ ചെയ്യാറില്ല. എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ഇത് ആർക്കൊക്കെ ചെയ്യാം? എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? ഇത് ആര് പഠിപ്പിക്കും? അങ്ങനെ കുറേ സംശയങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ ഉപയോഗങ്ങൾ, ഇത് ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പം മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞു. പ്രശ്നങ്ങൾ പൊതുവേ നമ്മൾ തരംതിരിക്കാം അല്ലേ? ശാരീരികമാവാം, മാനസികമാവാം, വൈകാരികമാവാം, ആധ്യാത്മികമാവാം, ഇങ്ങനെ ഏതെങ്കിലും സാമ്പത്തികമാകാം. പിന്നെ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ നമുക്ക് തരംതിരിക്കാം. അതിനകത്ത് എങ്ങനെയാണ് ഇത് ഉപയോഗപ്പെടുക? നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും ഉടലെടുക്കുന്നതും നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. ഈ കാണുന്ന സിസ്റ്റം, അത് പിന്നീട് നിങ്ങളോട് പറഞ്ഞു തരാം. ഈ സിസ്റ്റത്തിനകത്തുള്ള എനർജിയുടെ ഏറ്റക്കുറച്ചിലുകൊണ്ട് ആണ് നമ്മുടെ ഉള്ളിൽ പ്രശ്നങ്ങൾ, നമുക്കോരോ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പം ഏത് കാര്യത്തിൽ നിന്നാണോ ഉണ്ടായത് ആ കാര്യം കൊണ്ട് തന്നെ നമുക്കതിനെ പരിഹരിക്കാനും സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞു, യോഗ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൂർധാവിലേക്ക് ഈ ശക്തി പ്രവേശിക്കുന്നു. നമ്മളൊന്നും ചെയ്യണ്ട, നമ്മൾ ജസ്റ്റ് ആഗ്രഹിച്ചാൽ മാത്രം അത് പ്രവേശിക്കുകയും ചുറ്റുപാടുമുള്ള പ്രപഞ്ചശക്തിയായിട്ട് കൂടിച്ചേരുകയും ചെയ്യുന്ന സമയത്ത് ആ നമ്മുടെ മൂർധാവിൽ കൂടി തന്നെ ഈശ്വര ചൈതന്യം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. നമുക്ക് യോഗ പ്രാപിച്ചോ എന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുക? യോഗ പ്രാപിച്ചാൽ നമുക്ക് 2 കൈകളിലും മൂർധാവിലും വളരെ ചെറിയ തോതിൽ കുളിർമ അനുഭവപ്പെടുന്നതാണ്. അതുപോലെ നമ്മുടെ വിചാരങ്ങൾ, നമുക്ക് എപ്പോഴും കൂടപ്പിറപ്പാണല്ലോ വിചാരങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും സാധിക്കും, കൂടെ വരുന്ന വിചാരങ്ങളിൽ നിന്ന്. അപ്പം ഈ വിചാരങ്ങൾ തന്നെയാണ് നമുക്ക് ശാരീരികമായ പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മുടെ അസുഖങ്ങളുടെ കാര്യങ്ങൾ തന്നെ നമുക്ക് കൂടുതലും നമ്മുടെ ഈ തരത്തിലുള്ള വിചാരങ്ങളിൽ നിന്ന് മാത്രമാണ് അത് ഉടലെടുക്കുന്നത്. അതുപോലെ നമ്മളിപ്പോഴത്തെ കാലത്ത് കാണുന്നുണ്ട്, വിഷാദ രോഗം കാണുന്നുണ്ട്, ടെൻഷൻ കാണുന്നുണ്ട്, സ്ട്രെസ്സ് കാണുന്നുണ്ട്. ചെറിയ തലമുറകളിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട്, ചെറിയ കുട്ടികളിൽ കാണുന്നുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ഈവൻ ബിസിനസ് സ്കൂളുകളിൽ പോലും ഇപ്പോൾ യോഗ ഒരു സബ്ജക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. എന്താണ് കാരണം? നമ്മൾ കാണുന്നുണ്ട് 10-30 വയസ്സുള്ള കുട്ടികൾ, അതിൽ പരമുള്ള വളരെ നല്ല ജോലികളുള്ള കുട്ടികൾ പോലും ഈ സ്ട്രെസ്സും ടെൻഷനും സഹിക്കാൻ മേലാതെ അവരെല്ലാം ജോലി മാറ്റിയെടുക്കുന്നു, അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ മേലാതാകുന്നു. എങ്ങനെയാണ് നമ്മൾ ആ പ്രശ്നം അത് പരിഹരിക്കുക? ഈ ടെൻഷനും സ്ട്രെസ്സും പരിഹരിക്കുക? അത് വീണ്ടും ഞാനിവിടേക്ക് വരുന്നു. നമ്മളുടെ ഈ നാഡികൾ, ഒന്ന് ഇടത് ഭാഗത്തും ഒന്ന് വലതു ഭാഗത്തും, 2 നാഡികൾ, 3 നാഡികൾ, ഒന്ന് മധ്യഭാഗത്തും, അതുപോലെ താഴെ തൊട്ട് മുകളിൽ വരെ കുറച്ച് ചക്രങ്ങൾ, അതിന് എനർജി സെൻറ്റേഴ്സ് എന്നാണ് നമ്മൾ പറയുക. ഇതാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഇടത് ഭാഗത്തുള്ള നാഡി വീക്കാകുന്ന സമയത്താണ് അതിൻ്റെ കൂടുതൽ ഉപയോഗപ്പെടുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് കുറേ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ ആ നാഡി വളരെയധികം വീക്കാകുന്നുണ്ട്, അപ്പോൾ വളരെ ക്ഷയിക്കുന്നു. ആ സമയത്താണ് നമുക്ക് ഈ വിഷാദ രോഗം പോലെയുള്ള കാര്യങ്ങൾ നമുക്കുണ്ടാകുന്നത്. നമ്മൾ കാണാറില്ലേ, ഒരു പരീക്ഷ കഴിഞ്ഞ് തന്നെ പല കുട്ടികളും മാർക്ക് കിട്ടിയില്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, അവരുടെ പേരൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ നമുക്ക് ഇത് ബാലൻസ് ആകാത്ത ഒരു എനർജി നമ്മുടെ ഉള്ളിലുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. അതുപോലെ നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നത്, നമ്മുടെ കൂടുതൽ വർക്ക് വരുന്നു, നമുക്ക് അത്രയും ചെയ്യാനുള്ള കഴിവില്ല. ആ സമയത്താണ് നമുക്ക് ഈ ടെൻഷനും സ്ട്രെസ്സും ഉണ്ടാകുക. അപ്പം നമ്മൾ സൈഡിലുള്ള ഒരു ഭൂതകാലം, ഭാവി കാലം ഇതിന് മാറി വർത്തമാനകാലത്തെ പ്രസൻറ്റ് ടെൻസിൽ നമ്മളെ ഇരിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ശ്രീ മാതാജി തന്നെ ലോകത്തിൽ 140 പരം രാജ്യങ്ങളിൽ പോയി എല്ലാവർക്കും സൗജന്യമായി സഹജയോഗ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ആർക്കാഗ്രഹമുണ്ടോ ഇത് അവർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ശാരീരികമായ കാര്യങ്ങളാണ് പറഞ്ഞത്. മാനസികമായ പല പ്രശ്നങ്ങളും നമ്മൾ കാണാറുണ്ട്. മാനസികമായിട്ട് വളരെ ഡൗണായിട്ടുള്ള ആൾക്കാരെ കാണാറുണ്ട്. അപ്പം ഇതൊക്കെ നമ്മുടെ ഊർജത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്ന ഉള്ളിൽ. അപ്പം നമുക്കതിനെ പരിഹരിക്കാം, നമുക്ക് വൈകാരികം അതിനെ പരിഹരിക്കാം നമ്മുടെ ഈ സന്തുലനം കൊണ്ട്. പിന്നെ നമ്മുടെ ചക്രങ്ങളെല്ലാം, ഓരോ ചക്രങ്ങളും, അതിന് മെഡിക്കൽ സയൻസിൽ പ്ലെക്സസ് എന്നാണ് പറയുക. ഈ ചക്രങ്ങൾ നമ്മുടെ ഓരോ എനർജി പോയിൻറ്റ്സാണ്. അത് ശരീരത്തിലെ ഓരോ അവയവങ്ങളുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. നമുക്ക് ഹൃദയം ചലിപ്പിക്കുവാനും, എങ്ങനെയാണ് ഇതൊക്കെ ചലിക്കുന്നത്? ഹൃദയം അത് ഓട്ടോ ആണ്, തന്നെത്താനാണ് അത് ചെയ്യുക. അതുപോലെ നമ്മുടെ ബാക്കിയുള്ള ശരീരത്തിലെ ഓരോ നമ്മുടെ ദഹനക്രിയ, ശ്വസനം, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ എനർജി, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് ഈ അവയവങ്ങളിലേക്ക് എത്തുക? ഇതെല്ലാം നമ്മുടെ ഈ ചക്രങ്ങളാണ് ഈ ഊർജം നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
അപ്പം ഈ ചക്രങ്ങൾ വീക്കാകുക, ഈ ചക്രങ്ങൾക്ക് പ്രോപ്പർ എനർജി കിട്ടാതിരിക്കുക. അപ്പം നമുക്കറിയാം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു, ആസ്മ ഉണ്ടാകുന്നു, ഡയബറ്റിക്, അങ്ങനെ വളരെ കോമൺ ആയിട്ടുള്ള അസുഖങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിനുള്ള പ്രധാന കാരണം നമ്മുടെ ആ പർട്ടിക്കുലർ അതിനോട് ചേർന്നുള്ള ഇപ്പോൾ ഹൃദയചക്രം ഇത് പറയുന്ന അനാഹത് ചക്രം എന്ന് പറയുന്നത് അത് ഹാർട്ടിനും ലങ്സിനും എനർജി കൊടുക്കുന്നു. അതുപോലെ നമ്മുടെ സെക്കൻഡ് സ്വാധിഷ്ഠാന ചക്രം എന്ന് പറയുന്നു, അത് കിഡ്നി, ലിവർ, പാൻക്രിയാസിന് എനർജി കൊടുക്കുന്നു. ഞാൻ എക്സാമ്പിൾ ഒന്നോ രണ്ടോ പറയുന്നുള്ളൂ. അപ്പം ഇങ്ങനെ ഓരോ ചക്രങ്ങളും നമ്മുടെ ഓരോ അവയവങ്ങളുമായിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് നമുക്ക് ശാരീരികമായ നമുക്ക് നല്ല ആരോഗ്യത്തോടെ നമുക്ക് ഇരിക്കാൻ സാധിക്കും. മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ ശാന്തി, സമാധാനം, സംതൃപ്തി എന്നൊക്കെയുള്ളത് നമ്മുടെ ഈ പറയുന്ന നാഭിയോട് ചേർന്നുള്ളൊരു ചക്രമാണ്, നാഭി ചക്രമാണ്. ആ ചക്രം നമ്മുടെ ശരിയാണെങ്കിൽ മാത്രമേ നമുക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കൂടുതൽ അത്യാഗ്രഹത്തിലേക്ക് നമ്മൾ പോവുള്ളൂ. ഒരു വീടുണ്ടെങ്കിൽ 2 വീട് വേണം, ഒരു വണ്ടിയുണ്ട് 2, അതല്ലേ മനുഷ്യൻ്റെ സ്വഭാവം. അതാണ്, ഒന്നിൻ്റെയും തൃപ്തി ഉണ്ടാവില്ല. പക്ഷെങ്കിൽ നമ്മളുടെ ഈ ചക്രം നമ്മുടെ സന്തുഷ്ടമാണ്. ഈ ചക്രത്തിൽ എനർജി പ്രോപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. സ്വന്തമായി ഉള്ളത് കൊണ്ടുള്ള സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആധ്യാത്മികം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളുടെ ഉള്ളിലുള്ള ശക്തി. ഈ ശരീരം നമ്മളിരിക്കുന്നു, ഈ ശരീരത്തിനകത്ത് ഒരു ആത്മാവ് അല്ലെങ്കിൽ ഒരു ഈശ്വര ശക്തി. നമ്മൾ ഏത് ജാതിയിൽപ്പെട്ട ആൾക്കാരും ഏത് മതത്തിലുള്ള ആൾക്കാരും ഈശ്വരൻ ആണല്ലോ നമ്മുടെ സൃഷ്ടാവ്. ഏത് പേര് വേണമെന്ന് നമുക്ക് പറയാം, അല്ലേ? അപ്പോൾ ആ കണക്റ്റ് യൂണിവേഴ്സൽ ആയിട്ടുള്ള ആ ഈശ്വര ചൈതന്യം അതാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ടുള്ള കണക്ഷനല്ലേ നമുക്ക് കിട്ടും. നമ്മുടെ ഉള്ളിലുള്ള ഈ നട്ടലിന് ഏറ്റവും താഴെയുള്ള കുണ്ടലിനി ശക്തി അത് വളരെ പതുക്കെ മുകളിലോട്ട് വന്ന് കയറുന്നത് നമ്മുടെ ഈശ്വര ചൈതന്യമായിട്ട് കൂടിച്ചേരുന്നത്. അപ്പം നമ്മുടെ ആധ്യാത്മികമായ ഒരു മനുഷ്യന് നേടാവുന്ന, ഒരു ജന്മത്തിൽ നേടാവുന്ന ഏറ്റവും വലിയ ഒരു സ്റ്റേജെന്ന് നമുക്ക് പറയാം. അതാണ് നമുക്ക് ഈ യോഗ കൊണ്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പം നമ്മൾ ശാരീരികം, മാനസികം ഇത് ചെയ്താലുള്ള മറ്റ് നേട്ടങ്ങൾ വീണ്ടും പറയാം. ഇത് ആർക്കൊക്കെ ചെയ്യാം. ഇത് സഹജയോഗ എല്ലാ ജാതി മതസ്ഥർക്കും, ഏത് പ്രായമുള്ള ആൾക്കാർക്ക് ചെയ്യാം. കാരണം ഇതിനകത്തൊരു പ്രത്യേകിച്ച് ആസനങ്ങളോ ഒന്നും ചെയ്യാനില്ല. അത് നിങ്ങൾക്ക് ഏത് സുഖമായിട്ടുള്ള ആസനം, കസരലിരുന്ന് ചെയ്യണേ നമുക്ക് അങ്ങനെ ചെയ്യാം. അതുകൊണ്ട് നമ്മളെ പേടിച്ച് മാറുമൊന്നും വേണ്ട. എനിക്കിത് ചെയ്യാൻ പറ്റുമോ, യോഗ എന്ന് കേട്ട് കഴിഞ്ഞാൽ എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അത് നമുക്ക് വേണ്ട. അടുത്തത് കുട്ടികൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഈ ആദ്യത്തെ രണ്ടാമത്തെ ചക്രങ്ങൾ അവരുടെ ഓർമ്മശക്തി, ബുദ്ധിശക്തി ഇത് രണ്ടും വർദ്ധിക്കുന്നതാണ്. കുട്ടികൾക്ക് EQ IQ വർദ്ധിക്കുന്നതാണ്. അവരിൽ ക്രിയേറ്റീവായിട്ടുള്ള പലതരത്തിലുള്ള ടാലൻസും കുട്ടികളിൽ ഡെവലപ്പ് ആകുന്നതാണ്. ഇപ്പോൾ പാടാനും വരയ്ക്കാനും ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഇത് ചെയ്യുന്ന കുട്ടികൾ മുന്നോട്ട് വരുന്നത് കാണാം. അവരുടെ സിസ്റ്റമാറ്റിക് ആവും, അവരുടെ നല്ല സൽസ്വഭാവികളായിട്ട് ഈ കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ കയ്യിലല്ലോ കുട്ടികളല്ലേ, തീരെ ചെറിയ കുട്ടി പോലും ഓൺലൈനിൽ നമ്മൾ മൊബൈൽ എൻ്റെ അഡിക്ഷനാണ്, പിള്ളേരെ വാട്സാപ്പ് അഡിക്ഷനാണ്. ഈ ഒരു കാലഘട്ടമാണല്ലേ, പിള്ളേരെ മാത്രം പറയുന്നില്ല, എല്ലാവരും ഈ ഒരു കാലഘട്ടത്തിൽ ഈ കുട്ടികൾക്ക് ഇൻറ്റേർണലായിട്ടുള്ള ഒരു സന്തോഷം തേടിയാണ് ചെയ്യുന്നത്. ആരെയും നമ്മൾ കുറ്റം പറയുന്നില്ല, അവർ ടൈം പാസ് ചെയ്യുകയാണ്, സന്തോഷം തേടിയാണ്. ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു യോഗ കുട്ടികൾ പഠിക്കുകയാണെങ്കിൽ അത് വളരെ ബാലൻസ് ആയിട്ട് അവരെ കൊണ്ടുപോകും. അവർക്കൊരു എയിം ഉണ്ടാവും, അവർക്കൊരു ദിശ ഉണ്ടാവും, അവർക്കത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഇതിനകത്ത് എന്താണ് കണ്ടീഷൻ? നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇതിനകത്ത് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. നമ്മുടെ കുടുംബ ബന്ധങ്ങളും സാമൂഹികമായിട്ടുള്ള നമ്മളുടെ ബന്ധങ്ങളും ഒക്കെ ഒന്നുകൂടെ മെച്ചപ്പെടുകയാണ് ചെയ്യുക. ഇതിനകത്ത് സന്യാസം എടുത്തിട്ട് ആരും എങ്ങും പോകാൻ പറഞ്ഞിട്ടില്ല. ശ്രീമാതാജി തന്നെ എക്സാമ്പിളായിട്ട് നമ്മളെ കാണിച്ചിരിക്കുന്നത്. ശ്രീമാതാജി ഒരു ഡോക്ടറായിരുന്നു, വൈഫായിരുന്നു, ഗ്രാൻഡ് മദർ. ശ്രീമാതയുടെ ഹസ്ബൻഡ് ഒരു IAS ഓഫീസറായിരുന്നു. അപ്പം ജീവിതത്തിലെ എല്ലാ തുറകളിലും എല്ലാം മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ്, എല്ലാം എൻജോയ് ചെയ്ത് ജീവിക്കുക. അല്ലാതെ ഒന്നിലും നമ്മൾ ഒളിച്ചോടണ്ട എന്നുള്ളൊരു എക്സാമ്പിളായിട്ടാണ് എൻ്റെ ഫൗണ്ടർ തന്നെ ശ്രീമാതാജി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ യോഗ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പലരും കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ അവരിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവർ കൂടുതൽ ഊർജ്ജസ്വലതയുള്ളവരും ഉന്മേഷവാന്മാരുമായിട്ട് മാറുന്നുണ്ട്. പിന്നെ മറ്റു പല കാര്യങ്ങളെന്ന പോലെ അവർക്ക് ജോലി, കുടുംബം, അവരുടെ സൊസൈറ്റി ലൈഫ് എല്ലാത്തിൻ്റെ കൂടെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു യോഗയാണ്. കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും സഹജയോഗ പഠിപ്പിക്കുന്നുണ്ട്. ഇത് പൂർണ്ണമായും സൗജന്യമായിട്ടാണ് പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത്, ഈ പറഞ്ഞ മാർച്ചിന് ശേഷം ഇതുവരെയുള്ള സമയങ്ങളിൽ
ധാരാളം ആൾക്കാർ ഓൺലൈനിലായി ക്ലാസ് എടുക്കുകയും അതിൻ്റെ പ്രയോജനം ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ടോട്ടലി ഒരു ആന്തരികമായ ശക്തി നമ്മുടെ ഉള്ളിൽ കിടക്കുന്നു. ഇതൊരു ആന്തരിക പരിവർത്തനമാണ്. നമ്മൾ തന്നെത്താനാണ് പരിവർത്തനം. നമുക്ക് ക്ഷമിക്കാനുള്ള ശക്തി, സ്നേഹിക്കാനുള്ള ശക്തി, നമുക്ക് സ്വയം കൺട്രോൾ ചെയ്യാനുള്ള, ബാലൻസ് ചെയ്യാനുള്ള ശക്തി, ഇതെല്ലാം നമ്മളിൽ വന്നു ചേരുകയാണ്. നമ്മളെ ഒരു സൊസൈറ്റിയിൽ ആ സൊസൈറ്റി എങ്ങനെയാണ് നമ്മൾ വളരെ ശക്തിയോടെ അല്ലെങ്കിൽ വിജയകരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നമുക്കിങ്ങനെയുള്ള മനുഷ്യരെ വാർത്തെടുക്കാനായി, ഒരു പുതിയ തലമുറ നമുക്ക് വാർത്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഞാൻ എല്ലാവരോടും ആഗ്രഹിക്കുകയാണ്, എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ വളരെ എളുപ്പമുള്ള ഈ യോഗ പരിശീലിച്ച് നോക്കൂ. ഇത് നിങ്ങൾക്ക് ജീവിതം തന്നെ നിങ്ങളെ മാറ്റിമറിക്കും. നമുക്ക് എങ്ങനെയാണ് സഹജയോഗ ചെയ്യേണ്ടത് അല്ലേ? എല്ലാവർക്കും ഒരു ആഗ്രഹം വരുന്നില്ലേ? ഇപ്പം എങ്ങനെയാണ് ഇത്ര എളുപ്പമുള്ളൊരു കാര്യം എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ശ്രീമാതാജി തന്നെ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് നോക്കി നിങ്ങൾക്ക് ചെയ്യാം. ഏതൊക്കെയാണ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ ചെയ്യുക. അതിനുശേഷം എങ്ങനെയാണ് എന്നുള്ളത് ശ്രീമാതാജിയുടെ സ്പീച്ച് അതിൽ നോക്കി നിങ്ങൾക്ക് ചെയ്യാം. ആദ്യം ഒരു ആഗ്രഹം വേണം. നമുക്ക് എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരാഗ്രഹം വേണം. അപ്പം നമുക്ക് ആദ്യമായിട്ട് ആഗ്രഹിക്കാം, നമുക്ക് ഈശ്വരനോട് ആഗ്രഹിക്കാം, എനിക്ക് യോഗപ്രാപ്തി ഉണ്ടാവട്ടെ. നമ്മൾ ശ്രീമാതാജി നമ്മുടെ ഫൗണ്ടറാണ്, ഗുരുവാണ്. നമുക്ക് ശ്രീമാതാജി പറയുന്നു നിങ്ങൾ തന്നെ നിങ്ങളുടെ ഗുരുവാണ്, നിങ്ങളുടെ ആത്മാവ് ഗുരുവാണ്. എങ്കിലും നമുക്ക് ശ്രീമാതാജിയോട് പ്രാർത്ഥിക്കാം, നമുക്ക് പരമാത്മാവിനോട് പ്രാർത്ഥിക്കാം, ഈശ്വരനോട് എനിക്ക് യോഗപ്രാപ്തി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. വലത് കൈ നിങ്ങൾ എല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ വലത് കൈയാണ്. ഇതിനകത്ത് വലത് കൈ നമ്മൾ ഹൃദയത്തിലേക്ക് വയ്ക്കാം, ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പം വീഡിയോ നോക്കിയാണ് നിങ്ങൾ ചെയ്യുന്നത്. ആ സമയത്ത് കണ്ണടച്ചോ കണ്ണ് തുറന്നോ ചെയ്യാം. ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മുടെ വയറിന് മുകൾ ഭാഗത്തേക്ക് നമ്മളുടെ കൈ വെക്കുക. വയറിന് മുകൾ ഭാഗം, ഹൃദയത്തിന് താഴെ. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മുടെ കാലും വയറും കൂടി ചേർന്ന് അടിവയറിലേക്ക് നമ്മൾ വെക്കുക. ഇതൊക്കെ ഓരോ ചക്രമാണ്. ഇതിൻ്റെ പേരുകൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ശരീരത്തിൻ്റെ ഇന്ന ഭാഗം എന്ന് പറയുന്നത്. വീണ്ടും അത് നമ്മൾ വയറിന് മുകൾ ഭാഗത്തേക്ക് വയ്ക്കാം. കൈ നമുക്ക് ഹൃദയത്തിലേക്ക് വയ്ക്കാം. നമ്മൾ ഇടത് കഴുത്തിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകാം. അതായത് നമ്മൾ എത്രയോ ശിരസ് വലത് ഭാഗത്തേക്ക് തിരിക്കാമോ, ഇത് നമ്മുടെ ഒരു ചക്രമാണ്. ഇത് നമ്മൾ വലത് ഭാഗത്തേക്ക് തിരിക്കുക. കൈ നെറ്റി വെക്കുക. അടുത്തത് തലയുടെ പുറവ് ഭാഗത്തേക്ക് വയ്ക്കുക, നെറ്റിയുടെ ജസ്റ്റ് ബാക്ക്. എന്നിട്ട് ആകാശത്തേക്ക് നമ്മുടെ ശിരസ് വെക്കാം. ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ കൈ പൂർണ്ണമായിട്ട് തുറന്ന് വെക്കുക. നമ്മൾ മൂർധാവിൽ വെക്കുക. കൈ അമുക്കി പിടിച്ചുകൊണ്ട് 7 പ്രാവശ്യം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കൈ റൊട്ടേറ്റ് ചെയ്യാം. 7 പ്രാവശ്യം. അതിനകത്ത് ഓരോ വീഡിയോ നോക്കി തന്നെ നിങ്ങൾക്ക് ചെയ്യാം ആ സമയത്ത്. എന്നിട്ട് വളരെ പതുക്കെ കൈ പൊക്കുകയും താപ്പിച്ചു. കൈ പതുക്കെ മുന്നോട്ട് ഇങ്ങനെ നോക്കും. നമുക്ക് യോഗ പ്രാപിച്ചെങ്കിൽ നമ്മുടെ കൈക്കും മൂർധാവിനും ഇടയ്ക്ക് നമുക്കത് മനസ്സിലാവും. നമ്മൾ ആ കൈ കൊണ്ട് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടും നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് വീണ്ടും റൈറ്റ് ഹാൻഡ് കൊണ്ട് നോക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് 2 കൈകളിലും മൂർധാവിലും നമ്മുടെ ശ്രദ്ധ കൊടുത്ത് കുറച്ച് സമയം കണ്ണടച്ചിരിക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മുടെ വിചാരങ്ങൾ പൂർണ്ണമായി ഇല്ലാതാകുന്നതും നമ്മൾ ഈ പറയുന്ന യോഗാവസ്ഥ നമ്മുടെ മൂർധാവിലും കൈകളിലും നമുക്ക് മനസ്സിലാക്കാൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ശ്രീമാതാജിയുടെ സ്പീച്ചിലേക്ക് എങ്ങനെയാണ് യോഗ ചെയ്യേണ്ടതെന്ന് കാണിക്കുന്ന ആ ഭാഗം കേൾക്കാം. നമുക്ക് കാണാം. കണ്ണു തുറന്നുകൊണ്ട് ചെയ്യാം. Now we have to put both our feet little away from each other because there are 2 powers within us, left and right. And we use our left hand symbolically to suggest that we want our self-realization, and this is the power of desire, not of pure desire but desire. And we use our right hand, which is the power of action, to nourish our centers. On the left hand side, we'll be nourishing our left hand centers only. Now, please put your left hand towards me.
hand on your heart. Now close your eyes. Please don't open them till I tell you. Here you have to ask me a question, a very important question. You can call me Mother or you can call me Shri Mataji, whatever you like. Very important question. Ask a question 3 times in your heart. Not loudly, please. Mother, am I the spirit? Mother, am I the spirit? Ask this question 3 times. If you are the spirit, you are your own guide. You are your own master. So now please bring down your hand, right hand, in the upper portion of your abdomen on the left hand side, press it hard. And here ask another question 3 times. Mother, am I my own master? Ask this question 3 times. Mother, am I my own master? Now, as I told you, I respect your freedom. And you have a free will. I cannot force pure knowledge on you. It cannot be. You have to ask for it. So now take your right hand in the lower portion of your abdomen on the left hand side and ask me, Mother, please give me pure knowledge. 6 times, because this center has got 6 petals. Mother, please give me pure knowledge. As soon as you ask this question, the Kundalini starts moving upward. So now we have to nourish the upper centers to make its movement, her movement, faster. So please raise your right hand in the upper portion of your abdomen on the left hand side, press it hard, and here you say with full confidence. With full confidence you say, Mother, I am my own master. Please say it 10 times. Mother, I am my own master. These things remove your conditionings from wrong teachings. Now you raise your hand to the most important question. That is, you are not your body, you are not your intelligence, you are not your emotions, you are not your conditionings, your ego, your thoughts, but you are pure spirit. So raise your right hand on to your heart
and say with full confidence 12 times. Full confidence, please. Mother, I am the Spirit. Just say that. Mother, I am the Spirit. Please say 12 times. Now, raise your right hand to another very important area within us, where by feeling guilty all the time, we have harmed a very important center. I have to tell you that the divine power is the ocean of knowledge and love. It is the ocean of bliss and joy. But above all, it is the ocean of forgiveness. And whatever mistakes or wrongs you have done are dissolved by the power of forgiveness. So raise your right hand into the corner of your neck and your shoulder and turn your head to your right. Here you have to say with full confidence 16 times, Mother, I am not guilty at all. Again you say, Mother, I am not guilty at all. 16 times. I have already told you, whether you forgive others or not, you are not doing anything, it is a myth. But if you don't forgive others, then you fall into the wrong hands and torture yourself for nothing. So now, please raise your right hand onto your forehead across, press it hard on both the sides, and put down your head as far as possible, resting on your hand, and press it on both the sides. This is the center where you have to forgive. Forgive others, forgive others. Just say, Mother, I forgive everyone, without thinking about them or thinking about what they have done to you. Just say, in general, Mother, I forgive everyone. Now, how many times is not the point, from your heart. You must say it properly. Yesterday so many didn't say, and I have to work very hard on them. So please say it. Please say it from your heart. Once for all, Mother, I forgive everyone. Now, take back your hand on the back side of your head, on the optic lobe, and now raise it higher and let it rest on your hand. Here you have to say, for your own satisfaction, not feeling guilty, not counting your mistakes. O divine power, if I have done any mistakes, please forgive me.
Say it from your heart. Now, stretch your palm, keeping your left hand towards me. This is the most important center, both the feet apart from each other. Keep yourself straight and put your right hand, the center of your palm, on top of the fontanelle bone area, the soft bone which you had in your childhood, and press it. Now bend your head as much as you can. Press back your fingers, press back your thumb. So there's a pressure on your scalp, nicely pressurized. Now move it. Move it slowly 7 times. Here again, I'm sorry, I cannot disrespect your freedom and free will. You have to ask for your self-realization. It cannot be forced on you. So 7 times, please say 7 times, Mother, please give me my self-realization. Please say it 7 times. Now, please take down your both the hands and open your eyes slowly, very slowly. Now watch me without thinking. You can do it. Now, put up your right hand like this and bend your head and see for yourself if there's a cool breeze coming out of your head. Bend your head. It is above your head, not on. So, little away from the head. You try to feel if there's a cool breeze coming out of your head. You can take your hand little further. Some people have it quite away from the head. So see for yourself there's a cool breeze coming in. Now, put the left hand towards me and put down your head. Now see for yourself again with the right hand if there's a cool breeze coming out of your head. Some people will get heat coming out, doesn't matter. It will later on be followed by cool breeze also. എല്ലാവർക്കും നമസ്കാരം. ശ്രീ മാതാജി പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ എല്ലാവരും ചെയ്ത് കാണുമല്ലോ. അതുപോലെ നിങ്ങൾക്കും നല്ലൊരവസ്ഥ കിട്ടിക്കാണും. ഒരു സമാധാനം, സന്തോഷം, ചിന്തകളൊന്നുമില്ലാത്ത അവസ്ഥ, ഇരു കൈകളുടെ മൂർധാവിലും ചെറിയൊരു തണുപ്പ്, ഇതൊക്കെ അനുഭവമായിട്ടുണ്ടാകും. ചുരുക്കം ചിലർക്ക് ഒരു ഇളം ചൂടായിട്ടോ അല്ലെങ്കിൽ ഒരു കാന്തിക ആകർഷണം പോലെ ഭാരം പോലെയൊക്കെ അനുഭവമായി കാണും. ഇതെന്തുകൊണ്ടെന്നാൽ നമ്മുടെ സൂക്ഷ്മ ശരീരഘടനയുടെ വ്യത്യസ്തത കൊണ്ടാണ് ഇങ്ങനെ അനുഭവമായത്. കുണ്ടലിനി ശക്തി ഉണർന്ന് മൂർധാവിന് വെളിയിൽ വന്ന് പ്രപഞ്ച ചൈതന്യവുമായി യോഗ പ്രാപിച്ചതുകൊണ്ടാണ് നമ്മൾക്ക് ഉള്ളിൽ ഈ ശാന്തത കിട്ടിയത്. അതുപോലെ ഈ തണുപ്പുമൊക്കെ തണുപ്പായാലും ചൂടായാലും അനുഭവിച്ചറിയാൻ പറ്റിയത്. ഈ സഹജയോഗ മെഡിറ്റേഷൻ വീട്ടിലിരുന്ന് നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? രാവിലെയും വൈകിട്ടും 10-15 മിനിറ്റ് നേരം മെഡിറ്റേഷൻ ചെയ്യണം. രാവിലത്തെ മെഡിറ്റേഷന് നമ്മൾ ഉറക്കമുണർന്ന് വരുന്ന ഉടനെ തന്നെ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ നമ്മളത് വിട്ടുപോകും. പല ജോലിയിലൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പിന്നെ സമയം കിട്ടത്തില്ല. വൈകിട്ടത്തെ മെഡിറ്റേഷന് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് എപ്പോഴേലും ചെയ്യുക.
അപ്പം മെഡിറ്റേഷന് വേണ്ടി അനുയോജ്യമായ ഒരു സ്ഥലത്തിരിക്കുക. നിലത്തിരിക്കാൻ പറ്റുന്നവർ നിലത്തിരിക്കുക, അല്ലാതെയുള്ളവർ കസേരയിലിരിക്കുക. ഒരു കണ്ടീഷനുമില്ല. പ്ലാസ്റ്റിക് ചെയർ കഴിവതും അവോയ്ഡ് ചെയ്യാം. 2 കൈയും മടിയിൽ തുറന്നു വച്ച് ശ്രദ്ധ മൂർധാവിൽ കൊടുത്ത് സാവകാശം കണ്ണുകൾ അടയ്ക്കാം. ഇടത് കൈ മടിയിൽ തുറന്നു തന്നെ വെക്കുക. വലത് കൈ ഉച്ചിയിലേക്ക് വെക്കുക, മൂർധാവിലേക്ക് വെക്കുക. ഇങ്ങനെ ഉള്ളം കൈ നല്ലോണം അമർത്തി വെക്കുക. വിരലുകളെല്ലാം അകത്തി പിടിക്കണം. എന്നിട്ട് ഇവിടെ സ്നേഹത്തോടും ബഹുമാനത്തോടും നമുക്ക് പറയാം, ശ്രീ മാതാജി, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആത്മസാക്ഷാത്കാരത്തെ ശക്തിപ്പെടുത്തി തന്നാലും, ഞങ്ങൾക്ക് ചിന്തകളൊന്നുമില്ലാത്ത അവസ്ഥ നൽകിയാലും, ധ്യാനാവസ്ഥ നൽകിയാലും ശ്രീ മാതാജി, പൂർണ്ണ ശ്രദ്ധ കൈവച്ചിരിക്കുന്ന ഭാഗത്ത് തന്നെ കൊടുക്കാം. സാവകാശമാക്കൈ മുകളിലേക്കൊന്ന് ഉയർത്തി നോക്കാം. അപ്പൊ നമുക്ക് മൂർധാവിനും കൈവെള്ളയ്ക്കും ഇടയിലായി ഒരു വായു പ്രവാഹം അനുഭവപ്പെടും. ഒരു ഇളം തണുപ്പ് എല്ലാവർക്കും അനുഭവമാകുന്നുണ്ടാവും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇനി സാവകാശം വലത് കൈ മടിയിലേക്ക് വെക്കാം. നമുക്ക് മെഡിറ്റേഷന് മുന്നേ ആയിട്ട് ബാലൻസ് ചെയ്യണം. ഈ സൂക്ഷ്മ ശരീരത്തെ ബാലൻസ് ചെയ്യാനായി 2 കൈയും ഭൂമിയിലേക്ക് കമഴ്ത്തി വെക്കാൻ. നിലത്തിരിക്കുന്നവർ, കസേരയിലിരിക്കുന്നവർ വശങ്ങളിലായി 2 കൈയും തൂക്കിയിടുക. പൂർണ്ണ ശ്രദ്ധ മൂർധാവിൽ തന്നെ കൊടുക്കുക. ഇവിടെ പറയുക, ശ്രീ മാതാജി, ഞങ്ങൾക്ക് സന്തുലിതാവസ്ഥ നൽകിയാലും, ഞങ്ങളെ ശുദ്ധീകരിച്ചു തന്നാലും, പ്രസന്ന ചിത്തരായി ഇരുന്ന് കൊടുക്കുക. ഈശ്വര ചൈതന്യം നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മളെ ശുദ്ധീകരിക്കുന്നതിനായിട്ട് ഇരുന്ന് കൊടുക്കുക. ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് നേരം ഇരിക്കുക. ഇനിയും ശരീരത്തിന്റെ ഇടതുഭാഗം ശുദ്ധീകരിക്കാനായി ഇടത് കൈ മടിയിൽ തുറന്നു വെക്കുക. വലത് കൈ ഭൂമിയിൽ തന്നെ. പൂർണ്ണ ശ്രദ്ധ ഇടത് കൈയുടെ വെള്ളയിലും മൂർധാവിലും കൊടുക്കാം. ഇവിടെ പറയുക, ശ്രീ മാതാജി, ഞങ്ങളുടെ ശരീരത്തിന്റെ ഇടതുഭാഗത്തെ ശുദ്ധീകരിച്ചു തന്നാലും. ഇനി കുറച്ച് സമയം ഇരിക്കുക. ശരീരത്തിന്റെ ഇടതുഭാഗം ശുദ്ധമായെങ്കിൽ ഇടത് കൈവെള്ളയിൽ നമുക്ക് ചെറിയൊരു തണുപ്പ് അനുഭവമാകും. അപ്പം നമുക്ക് തണുപ്പ് ഉടനെ കിട്ടിയില്ലെങ്കിൽ വിഷമിക്കാനൊന്നുമില്ല. നമ്മൾ നിത്യവും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ആ തണുപ്പ് എല്ലാവർക്കും അനുഭവമാകും. ഇനി നമുക്ക് ശരീരത്തിന്റെ വലതുഭാഗം ശുദ്ധീകരിക്കാനായി വലത് കൈ മടിയിൽ വെക്കുക. ഇടത് കൈ കൈമുട്ടിന്റെ ഭാഗം വെച്ചൊന്ന് മടക്കി കൈപ്പത്തി പുറകിലേക്കാക്കി ഇങ്ങനെ പിടിക്കുക. ശ്രദ്ധ മൂർധാവിലും വലത് കൈവെള്ളയിലും കൊടുക്കുക. ഇവിടെ പറയാം, ശ്രീ മാതാജി, ഞങ്ങളുടെ ശരീരത്തിന്റെ വലതു ഭാഗത്തെ ശുദ്ധീകരിച്ചു തന്നാലും, ചിന്തകളൊന്നുമില്ലാത്ത അവസ്ഥ ഞങ്ങൾക്ക് നൽകിയാലും, നമ്മുടെ ശരീരത്തിന്റെ വലതുഭാഗം ശുദ്ധമായെങ്കിൽ വലത് കൈവെള്ളയിൽ ചെറിയൊരു തണുപ്പ് നമുക്ക് അനുഭവമാകും. ഇനി ഇടത് കൈ സാവകാശം മടിയിലേക്ക് വെക്കാം. ഇപ്പം 2 കൈയും മടിയിൽ തുറന്ന് വെച്ചേക്കുവാണ്. പൂർണ്ണ ശ്രദ്ധ ശരീരത്തിലെ മധ്യനാഡിയിലേക്ക് നമുക്ക് കൊടുക്കാം. മധ്യനാഡി മൊത്തമായിട്ട് മൂർധാവ് വരെ നമുക്ക് ശ്രദ്ധ കൊടുക്കാം. ഇവിടെ പറയുക, ശ്രീ മാതാജി, ഞങ്ങൾക്ക് പൂർണ്ണ സന്തുലിതാവസ്ഥ നൽകിയാലും, ഞങ്ങൾക്ക് ചിന്തകളൊന്നുമില്ലാത്ത അവസ്ഥ നൽകിയാലും, ഞങ്ങൾക്ക് ധ്യാനാവസ്ഥ പ്രദാനം ചെയ്താലും, ശ്രീ മാതാജി, നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ശ്രദ്ധിച്ചിരിക്കുക. പൂർണ്ണമായിട്ടും ഇപ്പം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്.
ഇങ്ങനെ ഒരു 5-10 മിനിറ്റ് നേരം ഇരിക്കണം. അപ്പോൾ ആദ്യത്തെ ബാലൻസിങ്ങും ഇനി മെഡിറ്റേഷനും കൂടെ 10-15 മിനിറ്റ് നേരം രാവിലെയും വൈകിട്ടും പ്രാക്ടീസ് ചെയ്യണം. ഈ സാവകാശം നമുക്ക് കണ്ണുകൾ തുറക്കാം. നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ പറ്റി ചെറുതായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ ചാർട്ടിൽ കാണുന്നത് നമ്മുടെ സൂക്ഷ്മ ശരീരമാണ്. ഈ സൂക്ഷ്മ ശരീരത്തിൽ പ്രധാനപ്പെട്ട 3 നാഡികൾ ശരീരത്തിന്റെ ഇടതുഭാഗത്ത്, ശരീരത്തിന്റെ വലതുഭാഗത്ത്, മധ്യഭാഗത്തായിട്ട്, അതുപോലെ 7 ഊർജ സ്രോതസ്സുകൾ, ശരീരത്തിന്റെ മധ്യഭാഗത്തുള്ള 7 ഊർജ സ്രോതസ്സുകൾ. ഇതാണ് നമ്മുടെ സൂക്ഷ്മ ശരീരം. ശരീരത്തിന്റെ ഇടതുഭാഗത്തുള്ള നാഡി ഇടാനാഡി അല്ലെങ്കിൽ ലെഫ്റ്റ് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നു. ഇത് നമ്മുടെ ഭൂതകാലത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ അമിതമായി നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെ പറ്റി ഓർത്തിരിക്കുമ്പോൾ നമ്മളിൽ അലസത, വിഷാദം തുടങ്ങി മാനസികമായ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ഇനി ശരീരത്തിന്റെ വലതുഭാഗത്തുള്ള നാഡി പിംഗള നാഡി അഥവാ റൈറ്റ് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. ഇത് നമ്മുടെ ഭാവി കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരാൾ അമിതമായി ഭാവിയെപ്പറ്റി ചിന്തിക്കുകയും ആസൂത്രണം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പിംഗള നാഡിയിൽ വലിയ സമ്മർദ്ദമുണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്ട്രെസ്, സ്ട്രെയിന്, ദേഷ്യം, അഹങ്കാരം അങ്ങനെയൊക്കെയുള്ള ഓരോരോ പ്രശ്നങ്ങളുണ്ടാകുന്നു. ശരീരത്തിന്റെ മധ്യഭാഗത്തുള്ള നാഡി സുഷുമ്നാ നാഡി എന്നും അതിനെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇത് വർത്തമാന കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഇടാനാഡിയിലുമല്ല പിംഗള നാഡിയിലുമല്ല സുഷുമ്നാ നാഡിയിൽ നിൽക്കണം. ഇനിയും നമ്മുടെ ശരീരത്തിലുള്ള ഊർജ സ്രോതസ്സുകളെ പറ്റി മനസ്സിലാക്കാം. ഊർജ കേന്ദ്രങ്ങൾ, സംസ്കൃതത്തിൽ ഇതിനെ ചക്രങ്ങൾ എന്നാണ് പറയുന്നത്. നരമ്പുകളുടെ ഒരു കൂട്ടമാണിത്. അപ്പൊ ശരീരത്തിന്റെ ഏറ്റവും താഴെയുള്ളത്, നട്ടലിന്റെ ഏറ്റവും താഴെയുള്ളത് മൂലാധാര ചക്രം, അതിന് മുകളിലായി ത്രികാസ്ഥി, അതിലാണ് കുണ്ടലിനി ശക്തിയുള്ളത്. അതിന്റെ തൊട്ടു മുകളിൽ സ്വാധിഷ്ഠാന ചക്രം, അതിന് മുകളിലായിട്ട് നാഭീചക്രം, ഇവിടെ ഹൃദയചക്രം, കഴുത്തിന്റെ ഭാഗത്തായിട്ട് വിശുദ്ധി ചക്രം, നെറ്റിയുടെ ഭാഗത്തായിട്ട് ആഗ്യാചക്രം, തലയുടെ മുകളിലായിട്ട് സഹസ്രാര ചക്രം. അപ്പൊ ഈ ഊർജ സ്രോതസ്സുകള് എല്ലാ അവയവങ്ങളുമായും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മളെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്നത് ഈ ഊർജ സ്രോതസ്സുകളാണ്. അപ്പൊ ഇതിന്റെ അസന്തുലിതാവസ്ഥകൾ കൊണ്ടാണ് നമ്മൾക്ക് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് ശാരീരികമാകാം, മാനസികമാകാം, വൈകാരിക തലത്തിൽ, ഭൗതിക തലത്തിൽ, ആത്മീയ തലത്തിലൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഇംബാലൻസ് ഉണ്ടാകുന്നത് ഇത് നേരായ രീതിയിൽ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് സഹജയോഗ മെഡിറ്റേഷനിലൂടെ പൂർണ്ണമായിട്ടും അതെല്ലാം മാറ്റി നമുക്ക് പൂർണ്ണ സന്തുലിതാവസ്ഥ കിട്ടുകയാണ് ചെയ്യുന്നത്. അസുഖങ്ങളൊന്നുമില്ലാത്ത ഒരവസ്ഥ നമുക്ക് കിട്ടും. ഉള്ളിലൊരു സമാധാനം, സന്തോഷം, ചിന്തകളൊന്നുമില്ലാത്ത അവസ്ഥയൊക്കെ നമുക്ക് കൈവരിക്കാൻ പറ്റും സഹജയോഗ മെഡിറ്റേഷനിലൂടെ. ചെറിയ കുട്ടികൾ തുടങ്ങി പ്രായഭേദമന്യേ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു മെഡിറ്റേഷനാണിത്. ഇതിന് ഒരു നിബന്ധനകളുമില്ല. നമ്മൾ കഴിഞ്ഞ നിമിഷം വരെ എങ്ങനെയാണോ ജീവിച്ചു വന്നിരുന്നത് അതുപോലെ തന്നെ അതിന്റെ കൂട്ടത്തിൽ രാവിലെയും വൈകിട്ടും ഒരു 10-15 മിനിറ്റ് നേരം ഈ മെഡിറ്റേഷൻ ചെയ്യുക. ഈ ചൈതന്യത്തെ ഉണർന്ന് അറിയുക എന്നുള്ളത് നമ്മളുടെ ജന്മാവകാശമാകുന്നു. സഹജയോഗ പഠിക്കുന്നതിന് ലോകത്തൊരിടത്തും ഒരു പൈസയും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഇപ്പം സഹജയോഗ കേരളത്തില്
സഹയോഗ സെന്ററുകൾ കേരളത്തിലെമ്പാടുമുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഓൺലൈനായിട്ടാണ് മെഡിറ്റേഷൻ നടത്തുന്നത്. സാധാരണ ഫോണിൽ കൂടെയും പഠിക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കുന്നു, രോഗപ്രതിരോധ ശക്തി നമ്മൾക്ക് കിട്ടുന്നു. പ്രത്യേകിച്ചും ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമുക്കത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ കേരള സഹജയോഗ യൂട്യൂബ് ചാനലില് എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും രാത്രി 8 മണിക്ക് ലൈവായിട്ട് ഇതിന്റെ ക്ലാസ്സുകളുണ്ട്. അതുകൂടാതെ ഒരു ടോൾ ഫ്രീ നമ്പർ നമുക്കുണ്ട്, 9615821582 എന്ന നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവർക്കും നന്മകൾ വരട്ടെ. ഈശ്വരന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ കേരളപ്പിറവി ദിനത്തിൽ ഒരിക്കൽ കൂടി എല്ലാവരോടും കേരളപ്പിറവി ദിനാശംസകൾ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. നമസ്കാരം, എല്ലാവർക്കും കേരളപ്പിറവി ആശംസകൾ. എൻ്റെ പേര് ഗ്രീഷ്മ. ഞാൻ ഇടുക്കി കുമളിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ 1 വർഷമായി ഞാൻ സഹജയോഗ ചെയ്യുന്നുണ്ട്. എൻ്റെ അമ്മയാണ് എന്നെ ഈ സഹജയോഗയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹെൽത്ത് ഭയങ്കരമായിട്ടും എനിക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഹെൽത്ത് വൈസ് കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതിൽ നിന്നെല്ലാം ഭയങ്കര ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ എപ്പോഴും എനിക്ക് സ്ട്രെസ്സും സ്ട്രെയിനും, ചെറിയ കാര്യത്തിന് പോലും ദേഷ്യം വരിക, അങ്ങനെയൊക്കെ ഉള്ള ഇഷ്യൂ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര കൂളായിട്ടുണ്ട്. അതോടുകൂടി എൻ്റെ ഫാമിലി ലൈഫ് തന്നെ ഓക്കെ ആയി വരുന്നുണ്ട്. ഇനി വേറെ ഒരു ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചു. ഇപ്പം എനിക്കൊരു നല്ല ജോലി തന്നെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് തന്നെ ഡെവലപ്പ് ആവുക ചെയ്തത്. സോ താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിമ്മി സുരേഷ്. ഞാൻ കോട്ടയം ജില്ലയിലെ കുമരകം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ അമ്മയിലൂടെ അറിഞ്ഞ് കുറച്ചധികം മാസങ്ങളായി ഞാൻ സഹജയോഗ ചെയ്യുന്നു. സഹജയോഗയ്ക്ക് മുമ്പുള്ള എൻ്റെ ജീവിതവും അതിന് ശേഷമുള്ള ജീവിതവും തമ്മിൽ നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളെയും ഒരു ടെൻഷനോടുകൂടി മാത്രം ഫേസ് ചെയ്തിരുന്ന ഒരാളായിരുന്നു ഞാൻ. നമ്മൾ ദിവസവും കടന്നു ചെല്ലേണ്ട ഓഫീസുപരവും കുടുംബപരവും നമ്മുടെ സാമൂഹ്യപരവുമായ എല്ലാ മേഖലകളിലെയും പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ സുഗമമായി സോൾവ് ചെയ്യുന്നതിനും എഫിഷ്യൻസിയോടുകൂടി ഹാൻഡിൽ ചെയ്യുന്നതിനും എനിക്ക് ഈ സഹജയോഗയിലൂടെ സാധിക്കുന്നുണ്ട്. കൂടാതെ അമിതമായ ഈ ടെൻഷനും സ്ട്രെസ്സും എല്ലാം മൂലം ഞാൻ വരുത്തിവെച്ച കുറേ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അവയിൽ നിന്നെല്ലാം ഇപ്പോൾ എനിക്ക് മോചനം ലഭിച്ചു. കൂടാതെ ഈ സഹജയോഗ ചെയ്യുവാൻ തുടങ്ങിയതിൽ പിന്നെ യഥാർത്ഥമായ സ്നേഹം എന്താണെന്നും ക്ഷമാശീലം എന്താണെന്നും ഞാൻ പഠിച്ചു. ശാന്തിയും സമാധാനവും നമ്മുടെ മാനസികമായി നമ്മൾ അനുഭവിക്കുന്ന സമാധാനം എന്തെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പോൾ എല്ലാ ആളുകളും ഈ സഹജയോഗയിലേക്ക് വന്ന് ശാന്തി സമാധാനമുള്ള കുടുംബങ്ങളും സമൂഹങ്ങളും രാജ്യങ്ങളും സൃഷ്ടിക്കാൻ കഴിയണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നമസ്കാരം. എൻ്റെ പേര് കുഞ്ഞമ്മ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ കൈനീരിലാണ് എൻ്റെ വീട്. 2011 കുറച്ച് സഹജയോഗികൾ ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങളെ സഹജയോഗ പഠിപ്പിക്കുകയുണ്ടായി. ആദ്യമൊക്കെ ഞങ്ങൾക്ക് സംശയമായിരുന്നില്ല എന്തെങ്കിലും സത്യമുണ്ടോ എന്ന്. പക്ഷെ ഞങ്ങൾക്കത് അനുഭവിച്ചറിയാൻ കഴിഞ്ഞത് അത് ചെയ്യാൻ തുടങ്ങിയതിൽ പിന്നെയാണ്. ചെയ്യാൻ കഴിഞ്ഞപ്പം ഞങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ. ഞാനൊരു കർഷക തൊഴിലാളിയായിരുന്നു. കർഷക തൊഴിലാളിയെ എനിക്ക് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളും മാനസിക ബുദ്ധിമുട്ടുകളും ഇന്ന് വേണ്ട എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം ഈ മെഡിറ്റേഷൻ, സഹജയോഗ മെഡിറ്റേഷനിലൂടെ എനിക്കത് മാറിക്കിട്ടി. സമാധാനം, സന്തോഷം, സംതൃപ്തി എന്ന് വേണ്ട നമുക്ക് എല്ലാ ഗുണങ്ങളും ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ അറിയാൻ പറ്റുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഈ ടെൻഷൻ, സുഖകരമായ ഉറക്കം, ഇതെല്ലാം നമുക്ക് നന്നായി അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട്. നമ്മുടെ സമാധാനമായ കുടുംബജീവിതം അത് നയിക്കാൻ നമുക്ക് പറ്റും. നമുക്ക് എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരോടും ക്ഷമിക്കുവാനുമുള്ള മനസ്സുണ്ടാകും. നല്ല നല്ല അനുഭവങ്ങളുണ്ടാകും. പിന്നെ
ഈ സഹജയോഗയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ 1 രൂപ പോലും ഫീസ് ഈടാക്കാതെയാണ് അവർ നമ്മളെ ഈ യോഗ പഠിപ്പിക്കുന്നത്. എത്രയോ ദൂരത്ത് നിന്ന് വന്നാണ് ഞങ്ങളെ ഈ സഹജയോഗ പഠിപ്പിക്കാൻ അവരിവിടെ എത്തിയത്. അവരാരും 1 രൂപ പോലും ഫീസ് ഈടാക്കാതെ ഞങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. എല്ലാവർക്കും ഈ സഹജയോഗ മെഡിറ്റേഷൻ ചെയ്യാൻ കൈമാറാകട്ടെ. അതിലൂടെ നിങ്ങൾക്ക് നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം, ഞാൻ സുനിൽ. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് എന്ന ഗ്രാമപ്രദേശമാണ് എൻ്റെ നാട്. ഞാൻ 8 വർഷമായി സഹജയോഗ ചെയ്യുന്നു. എന്താണ് സഹജയോഗ എന്ന് എനിക്ക് ആദ്യം ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ പിന്നീട് ഞാനിത് നിരന്തരമായി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് തോന്നിയത് എൻ്റെ ഉള്ളിൽ ഈശ്വര ചൈതന്യം ഉണ്ടെന്നും അത് എനിക്ക് സ്വയം അനുഭവിക്കാൻ കഴിയുമെന്നുള്ള ആ യാഥാർത്ഥ്യം, ആ പരമമായ സത്യം ഞാൻ തിരിച്ചറിഞ്ഞത് സഹജയോഗയിലൂടെയാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ സഹജയോഗയിൽ വരുന്നതിനും മുൻപ്. പക്ഷേ ഈ സഹജയോഗയിലെത്തി ആത്മസാക്ഷാത്കാരം കിട്ടി ഞാൻ നിത്യവും ധ്യാനം ചെയ്യാൻ തുടങ്ങിയതിലൂടെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. കാരണം എൻ്റെ ശാരീരികവുമായും മാനസികവുമായും ആത്മീയവുമായുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ എനിക്ക് ഈ സഹജയോഗ, ഈ മെഡിറ്റേഷനിലൂടെ കഴിഞ്ഞു. ഇന്ന് ഞാൻ നിത്യവും ധ്യാനം ചെയ്യുന്നു. ഞാൻ വെളുപ്പിനെ ഉണർന്ന് 4 മണിക്ക് ശേഷം ധ്യാനം ചെയ്ത് ഞാൻ ആ ഈശ്വര ചൈതന്യത്തെ സ്വയം അനുഭവിച്ച് അറിയുകയാണ്. കാരണം നമ്മുടെ ഉള്ളിലുള്ള ആ ഉള്ളിലുള്ള ചൈതന്യവും ആ പ്രപഞ്ചമാകെ വ്യാപിച്ചു കിടക്കുന്ന ആ പരമ ചൈതന്യവും തമ്മിൽ ഉള്ള അതിൽ ലയിപ്പിച്ച് ആ ഒരു ദിവ്യമായ ഒരു അനുഭൂതി, ആ ഒരു ഇളം തണുപ്പ് എൻ്റെ മൂർധാവിൽ അനുഭവിച്ച് അറിയുവാൻ കഴിഞ്ഞു എന്നുള്ള ആ ഒരു ആനന്ദത്തിൽ ആണ് ഞാൻ. കാരണം അത് എല്ലാവരും ആ സഹജയോഗ ചെയ്യണം. സഹജയോഗ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് വളരെ ആവശ്യമാണ്. കാരണം നമുക്കിപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാമാരിയെയും എല്ലാം നമുക്ക് മാറ്റുവാൻ സഹജയോഗ എല്ലാവരും നിത്യവും ചെയ്യണം. അത് ഞാൻ ഏറെ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ്. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അതിലൂടെ ഉണ്ടായിട്ടുണ്ട്. ജയ് ശ്രീ മാതാജി. എൻ്റെ പേര് ഇന്ദിര. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ സഹജയോഗ ചെയ്യാൻ തുടങ്ങിയിട്ട് 9 വർഷമായി. ആദ്യമൊക്കെ അതിനെ ഉൾക്കൊള്ളാൻ പ്രയാസമായിരുന്നു. പക്ഷെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഗുണം അനുഭവപ്പെട്ടത്. സഹജയോഗ ചെയ്യുന്ന ഒരു വ്യക്തി എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അത് ഒരു തടസ്സവുമില്ലാതെ ആ കാര്യം നടക്കും. പിന്നെ നന്നായി ഉറങ്ങാൻ പറ്റും, നല്ല മനസ്സമാധാനം ഉണ്ടാകും. കുടുംബത്തിൽ എന്ത് കാര്യം നമ്മൾ എങ്ങനെ പോകണമെന്ന് മനസ്സിൽ കാണുന്ന പോലെ തന്നെ ആയിരിക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. കഠിന അധ്വാനം ചെയ്താൽ നമുക്ക് ശരീരത്തിന് ഒരു ക്ഷീണവും ഉണ്ടാകുകയില്ല. സഹജയോഗ ചെയ്യുന്ന ഒരാൾ ഞാൻ സഹജയോഗ ചെയ്യാൻ തുടങ്ങിയിട്ട് 9 വർഷമായിട്ട് ഇന്ന് വരെ ഒരു മരുന്നോ ഗുളികയോ ഒന്നും കഴിക്കേണ്ടി വന്നിട്ടില്ല. എന്തിന് ഒരു വിക്സ് പോലും എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ഒരു പൈസ മുടക്കില്ലാതെ നമ്മെ തേടി നമ്മൾക്കൊരു തടസ്സവും ഇല്ലാതെ നമ്മൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കാര്യമാണ് സഹജയോഗ.
നമസ്കാരം. ഞാൻ മോളമ്മ. കോട്ടയത്ത് തിരുവാർപ്പ് വില്ലേജിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ 4 വർഷമായിട്ട് യോഗ സെൻറ്ററിൽ കണക്റ്റാണ്. 4 വർഷം മുമ്പ് എനിക്ക് നല്ലൊരു ബിസിനസ് കിട്ടി. ഒരു ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടായിട്ടായിരുന്നു. 50 വയസ്സുള്ള ആളിന് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് വിദ്യാഭ്യാസമൊക്കെ വളരെ കുറവായിരുന്നു. ആ സമയത്ത് ഒത്തിരി ടെൻഷനും ബുദ്ധിമുട്ടുകളെല്ലാം ഫീൽ ചെയ്തിരുന്ന സമയത്ത് ഞാൻ വിജയലക്ഷ്മി മാഡത്തെ പരിചയപ്പെട്ടു. അങ്ങനെ യോഗ ചെയ്തു തുടങ്ങി. അത് പഠിച്ചു. അതിലൂടെ എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. എനിക്ക് ഒരു ടെൻഷനും ഇല്ല, ഒന്നിലും ഒരു പേടിയും ഇല്ലാതായി. നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ എൻ്റെ ജോലി എനിക്ക് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ജയ ശ്രീ മാതാജി. ചിന്ദ്വാഡ എന്ന യോഗഭൂമി ഭാരതത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. ചിന്ദ്വാഡ എന്ന നഗരത്തിൽ 1923 മാർച്ച് 21 ദിനരാത്രങ്ങൾ തുല്യമായി വരുന്ന ആ പുണ്യദിനത്തിൽ ഉച്ചയ്ക്ക് കൃത്യം 12 മണിക്ക് പരമപൂജ്യ ശ്രീ മാതാജി നിർമ്മലാദേവി പൂജാതയായി. അത്ഭുതമെന്തെന്നാൽ ഈ നഗരത്തിലൂടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ഈ ഉത്തരായന രേഖ ലോകത്തിലെ അപൂർവം ചില രാജ്യങ്ങളിലൂടെ മാത്രമേ കടന്നു പോകുന്നുള്ളൂ. ഈ രേഖ കടന്നു പോകുന്ന മറ്റൊരു പുണ്യനഗരം സൗദി അറേബ്യയിലെ മെക്കയാണ്. ശ്രീ മാതാജിയുടെ പിതാവ് ശ്രീ പ്രസാദ് റാവു സാൽവെ ഭാരതത്തിലെ പ്രസിദ്ധമായ ശാലിവാഹന രാജകുടുംബത്തിലെ അംഗമായിരുന്നു. ശ്രീ മാതാജിയുടെ മാതാവ് കൊർണേലിയ ജാദവ് ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു ജ്ഞാനിയായിരുന്നു. അവർ ഛത്രപതി ശിവാജി മഹാരാജാവിൻ്റെ അമ്മ ശ്രീ ജീജ മാതാവിൻ്റെ ജാദവ വംശജയായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ശ്രീ മാതാജി മഹാത്മജിയോട് ചേർന്ന് മാതാപിതാക്കളോടൊപ്പം സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്ക് വഹിച്ചിരുന്നു. കുട്ടിക്കാലത്ത് വിദ്യാലയ അവധിക്കാലത്ത് ശ്രീ മാതാജി മഹാത്മജിയുടെ ആശ്രമത്തിലായിരുന്നു സമയം ചെലവിട്ടിരുന്നത്. ആശ്രമത്തിലെ എല്ലാ കാര്യങ്ങളിലും വളരെ നിഷ്ഠയോടെ ശ്രീ മാതാജി പങ്കെടുത്തിരുന്നു. ശ്രീ മാതാജിയുടെ കാര്യശേഷി മഹാത്മജിയിൽ അത്ഭുതമുളവാക്കിയിരുന്നു. അതിനുശേഷം 1947 ശ്രീ ചന്ദ്രിക പ്രസാദ് ശ്രീവാസ്തവയുമായി ശ്രീ മാതാജിയുടെ വിവാഹം നടന്നു. സർ CP ശ്രീവാസ്തവയുടെ ഔദ്യോഗിക ജീവിതം IAS ഓഫീസർ പദവിയിലായിരുന്നു തുടങ്ങിയത്. 1961 സർ CP ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറായി. താൽക്കാലികമായ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ലാൽ ബഹാദൂർ ശാസ്ത്രി ഈ സമയത്താണ് സർ CPയുടെ വ്യക്തിത്വത്തിൽ മതിപ്പുളവാക്കിയതിനാൽ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയായി നിയമിച്ചു. പിന്നീട് ഇന്റർനാഷണൽ മെറിടൈം യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപക ചാൻസലറായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 1972 രാജ്യം സർ CPയെ പത്മഭൂഷൺ നൽകി ആദരിച്ചു. അതുപോലെ 2007 പത്മവിഭൂഷൺ പുരസ്കാരവും ഭാരത സർക്കാർ അദ്ദേഹത്തിന് നൽകി. ഔദ്യോഗിക ജീവിതത്തിലെ നിസ്തുല സേവനവും കർമ്മനിരതയും നിശ്ചയദാർഢ്യവും മുൻനിർത്തി അദ്ദേഹത്തിന് ശ്രീ ലാൽ ബഹാദൂർ ശാസ്ത്രി പുരസ്കാരവും ലഭിച്ചു. ശ്രീമാതാജിയുടെ വിദ്യാഭ്യാസം, മാതാപിതാക്കളോടുള്ള കർത്തവ്യം, രാഷ്ട്രത്തോടുള്ള ഉത്തരവാദിത്വം, കുടുംബജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങൾ എന്നിവ നിറവേറ്റിക്കൊണ്ട് തന്നെ തൻ്റെ ചെറുപ്പകാലം മുതൽ തൻ്റെ ഉള്ളിലുള്ള ദൈവിക ശക്തിയെക്കുറിച്ച് ബോധവതിയായിരുന്നു. 1970 മെയ് 5 പുലർച്ചെ ആശ്ചര്യകരമായ ഒരു പ്രതിഭാസം നടന്നു. ഗുജറാത്തിലെ നഗരമായ നാർഗോളിലെ സമുദ്രതീരത്ത് ധ്യാനനിമഗ്നയായിരിക്കുമ്പോൾ തൻ്റെ ഉള്ളിലുള്ള ദൈവിക ശക്തിയുടെ പ്രതിഫലനമായ കുണ്ടലിനി ശക്തിയുടെ ഉയർച്ച ശ്രീ മാതാജി അനുഭവിച്ചറിഞ്ഞു. അപ്പോൾ ശ്രീ മാതാജി തിരിച്ചറിഞ്ഞത് മനുഷ്യരിലെ കുണ്ടലിനി ശക്തിയുടെ ഉണർവോടുകൂടി അവനിൽ ജീവിത സാഫല്യം സാധ്യമാകുമെന്നാണ്. ഈ പുണ്യകർമ്മത്തിനായി ശ്രീ മാതാജി തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ചു. അവിടെ നിന്നും ശ്രീ മാതാജി കുണ്ടലിനി ശക്തിയുടെ ഉണർവിൻ്റെ സഹായത്താൽ സഹജയോഗ മനുഷ്യരിൽ സാമൂഹികമായി ആത്മസാക്ഷാത്കാരത്തിൻ്റെ പാത 1975 മെയ് 5 തുറന്നു കൊടുക്കുകയായിരുന്നു. ഇതോടെ മനുഷ്യന്റെ ആധ്യാത്മിക ഉയർച്ചയുടെ സുവർണ കാലഘട്ടം ആരംഭിച്ചു. മുംബൈയിലും ദില്ലിയിലും ഉള്ള ഏതാനും സാധകർക്കോടൊപ്പം ശ്രീ മാതാജി ആരംഭിച്ച സഹജയോഗ ഇന്ന് ഭാരതത്തിൽ മാത്രമല്ല ലോകമെമ്പാടും പടർന്നു പന്തലിച്ചൊരു പ്രസ്ഥാനമായി മാറി. ഭാരതത്തിനു പുറമെ അമേരിക്ക, ഇംഗ്ലണ്ട്, റഷ്യ,
ഹോളണ്ട്, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ഇറാൻ, ഇറാഖ്, തുർക്കി, പോളണ്ട്, ഇറ്റലി, ചൈന തുടങ്ങിയ 160-ൽ പരം രാജ്യങ്ങളിൽ സഹജയോഗ ഇന്ന് പ്രചാരത്തിലിരിക്കുന്നു. മാനവരാശിയുടെ ആധ്യാത്മിക ഉന്നതിക്ക് പുറമെ ശ്രീമാതാജി പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ ഉന്നതിക്കായും അശ്രാന്തം പരിശ്രമിച്ചു. അനാഥ ബാലികമാരുടെയും സ്ത്രീകൾക്കുമായി വിശ്വനിർമ്മല പ്രേമാശ്രം എന്ന പേരിൽ ഉള്ള ഒരു സംഘടന രൂപവൽക്കരിച്ചു. ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ ശ്രീമാതാജി സഹജയോഗ ഇന്റർനാഷണൽ സ്കൂൾ സ്ഥാപിച്ചു. അവിടെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള കുട്ടികൾക്ക് ഭാരതീയ സഹജയോഗ സംസ്കാരത്തിൻ്റെ വിദ്യാഭ്യാസം പ്രദാനം ചെയ്തു. ഇവിടെ വസുധൈവ കുടുംബകം എന്ന ആപ്തവാക്യം അന്വർത്ഥമാകുന്നു. മുംബൈയിലെ CBD ബേലാപൂർ എന്ന സ്ഥലത്ത് സഹജയോഗ ഇന്റർനാഷണൽ ഹെൽത്ത് സെന്റർ പ്രവർത്തിച്ചു വരുന്നു. അവിടെ ആത്മചൈതന്യത്തിൻ്റെയും സഹജയോഗ പദ്ധതിയുടെയും സഹായത്താൽ സഹജയോഗികളുടെ അസുഖങ്ങൾ ചികിത്സിച്ചു ഭേദമാക്കുന്നു. അതുപോലെ തന്നെ ഭാരതീയ സംഗീത വിദ്യാ പഠനത്തിനായി വൈതരണയിൽ ശ്രീ PK സാൽവെ കലാപ്രതിഷ്ഠാൻ സ്ഥാപിച്ചു. കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് 1991 സഹജയോഗയുടെ ആദ്യത്തെ സെന്റർ തുടങ്ങിയത്. ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആയിരക്കണക്കിന് സഹജയോഗികൾ ഇത് പരിശീലിക്കുന്നു. എല്ലാ ജില്ലകളിലുമായി 100-ൽ പരം സെന്ററുകൾ പ്രവർത്തിക്കുന്നു. ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ ആൾക്കാർ വരെ ഒരുമിച്ച് സാമൂഹികമായ ധ്യാനമാണ് ആസ്വദിക്കുന്നത്. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ആൾക്കാർക്കായി വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും സഹജയോഗയുടെ പരിപാടികൾ സൗജന്യമായി സംഘടിപ്പിച്ച് ബോധവൽക്കരണവും നടത്താറുണ്ട്. ശ്രീമാതാജിയുടെ ഈ നിസ്തുല മാനവ സേവനത്തെ മുൻനിർത്തി നമ്മുടെ ഭാരതത്തിൽ നിന്നും മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നും ധാരാളം പുരസ്കാരങ്ങൾ ശ്രീമാതാജിയെ തേടിയെത്തി. ഒക്ടോബർ 12 ശ്രീമാതാജി നിർമ്മലാദേവി ദിനമായി ഫിലാഡൽഫിയ ആചരിക്കുന്നു. അതുപോലെ സെപ്റ്റംബർ 10 സിൻസിനാറ്റിയിലും ശ്രീമാതാജി നിർമ്മലാദേവി ദിനമായി ആചരിക്കുന്നു. 1995 ബീജിംഗിൽ നടന്ന അന്തർദേശീയ സ്ത്രീ ശാക്തീകരണ സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി ശ്രീമാതാജി അഭിസംബോധന ചെയ്തു. റഷ്യൻ സർക്കാർ സഹജയോഗയെ വൈജ്ഞാനിക മാർഗമായി അംഗീകരിച്ചു. 2001 ശ്രീമാതാജിയെ മാനവരത്നം പുരസ്കാരം നൽകി ആദരിച്ചു. 2008 ശ്രീമാതാജിക്ക് പൂനെ നഗരസഭ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിസ്റ്റിങ്ഷൻ നൽകി ആദരിച്ചു. അങ്ങനെ ഒട്ടനവധി പുരസ്കാരങ്ങൾ ശ്രീമാതാജിക്ക് നൽകപ്പെട്ടു. നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹജയോഗയെ അറിയാനും നിമിഷ നേരം കൊണ്ട് ആത്മസാക്ഷാത്കാരം നേടാനും ഇതൊരു മഹത്തരമായ അവസരമാണ്. പരമപൂജ്യ ശ്രീമാതാജി നിർമ്മലാദേവിയുടെ അനുഗ്രഹത്താൽ ഇട, പിങ്കള, സുഷുമ്ന നാഡികൾ പൂർണ്ണ സന്തുലിതാവസ്ഥ കൈവരിക്കുകയും അതുവഴി സാധകന്റെ കുണ്ടലിനി ശക്തി ഉണരുകയും ചെയ്യുന്നു. ഈ ശക്തി നട്ടെല്ലിലുള്ള സുഷുമ്ന നാഡിയിലൂടെ മൂർധാവിൽ ബ്രഹ്മാരന്ധ്രത്തെ ഭേദിച്ച് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരമചൈതന്യത്തിൽ യോഗ പ്രാപിക്കുന്നു. ഈ ശക്തിയുടെ പ്രയാണം നമ്മുടെ ശരീരത്തിൽ ഇരു കൈകളിലും മൂർധാവിലും ഒരു തണുത്ത പ്രവാഹമായി അനുഭവപ്പെടുന്നു. ഇത് മാത്രമല്ല, ഒരു സഹജയോഗ സാധകന് ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും സാധിക്കുന്നു. ഈ ശക്തി ഉണരുന്നതോടെ നമ്മുടെ ഉള്ളിൽ പൂർണ്ണ സന്തുലിതാവസ്ഥ സംജാതമാവുകയും അതുവഴി പൂർണ്ണ ആരോഗ്യം കൈവരിക്കാനും സാധിക്കും. ഈ ചൈതന്യം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലകളിലും സഹായകമായിരിക്കുന്നു. ജീവിതം സുഖകരവും ആനന്ദപ്രദവും സമാധാനപൂർണവുമായി തീരുന്നു. ഒരു പ്രയത്നവും കൂടാതെ സഹജയോഗം നമ്മളിൽ പ്രവർത്തിക്കുന്നു. ആത്മസാക്ഷാത്കാരം ലഭിക്കുന്നതിലൂടെ സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ശക്തിയുടെ ഔന്നിധ്യം നാം അനുഭവിക്കുന്നു. ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തെ വിശ്വസ്നേഹമാകുന്ന പാശത്താൽ ബന്ധിച്ചുകൊണ്ട് ശ്രീമാതാജി നമ്മുടെ ഇടയിൽ അവതരിച്ചു. ലോകത്തിലെ ഓരോ മനുഷ്യനും ആത്മസാക്ഷാത്കാരം പ്രദാനം ചെയ്യുക, ഇതായിരുന്നു ശ്രീമാതാജിയുടെ ജീവിത ലക്ഷ്യം. വരൂ, ഈ സുവർണ നിമിഷത്തിൻ്റെ പൂർണ്ണ നേട്ടം കൈവരിക്കുകയും ആത്മസാക്ഷാത്കാരം നേടുകയും ചെയ്യാം.